നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സൗഭാഗ്യം കിട്ടുന്ന സമയമാണ് വിഷുക്കാലം. ഏപ്രിൽ 14 തിങ്കളാഴ്ച പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിലാണ് മേടരവി സംക്രമം നടക്കുന്നത്. സൂര്യൻ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയമാണ് വിഷുവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 14 മേടം 1 തീയതി മുതൽ ഒരു വർഷത്തെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം രാശിക്കാരുടെ പറഞ്ഞാൽ പുണർദം മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർക്കിടകൻ രാശി പുണർദം, കാൽ, പൂയം, ആയില്യ നക്ഷത്രക്കാർക്ക് വിഷുഫലം കൂടുതൽ ഗുണങ്ങളാണ് കിട്ടുക. നിങ്ങൾക്ക് ശനിദോഷമില്ല, അതുകൊണ്ട് തന്നെ 9ാം ഭാവത്തിലാണ് ശനി നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ, പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. വീട് പണിയാൻ, വസ്തു വാങ്ങാനൊക്കെ അനുകൂലമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ശരിയായി തുടങ്ങും. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നല്ല പുരോഗതി നേടാൻ സാധിക്കും. മനസ്സിന് സമാധാനവും സന്തോഷവും നിലനിൽക്കും. മെയ് 14 വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറും. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് വ്യാഴത്തിൻ്റെ കിട്ടുക. ശത്രുക്കൾ വർദ്ധിക്കും. മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് വരുമാനവും ലാഭം ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ വിദേശത്ത് നല്ല തൊഴിലവസരങ്ങൾ കിട്ടാൻ, വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് അനുകൂലമാണ്. പിന്നെ ഭൗതിക സുഖം നിങ്ങൾക്ക് വർദ്ധിക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മെച്ചപ്പെടും. നിങ്ങൾ വ്യാഴാഴ്ചകളിലൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം ചെയ്യുന്നത് കൊണ്ട്, പിന്നെ സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. ചിങ്ങൻ രാശി മകം, പൂരം, ഉത്രംകാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം ഐശ്വര്യവും ലാഭവും വർദ്ധിക്കും. ആഗ്രഹങ്ങൾ നടക്കും. മെയ് 14 മുതൽ വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് മാറും. അപ്പോൾ തൊട്ട് തടസ്സങ്ങളൊക്കെ കുറഞ്ഞ് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരുടെ, സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, ശമ്പളം കൂടി കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ് പരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മെയ് 14 കേതു നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ തൊട്ട് നിങ്ങൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുപോലെ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. ശത്രുക്കൾ വർദ്ധിക്കും. വീട്, വസ്തു, വാഹനഭാഗ്യം, അതുപോലെ അവാർഡുകൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. പൂർവിക സ്വത്ത് കിട്ടാൻ, അതുപോലെ സന്താന ഗുണം വർദ്ധിക്കും. പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരും. നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ ദോഷം കുറഞ്ഞ് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. കന്നിരാശി മകം, പൂരം, ഉത്രംകാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലമാണ് കിട്ടുക. വ്യാഴം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ജോലിയിലും ബിസിനസ്സിലും കഠിന പ്രയത്നത്തോടെ വിജയിക്കാനായിട്ട് സാധിക്കും. മെയ് 18 രാഹു കേതു രാശിമാറ്റം നിങ്ങൾക്ക് അനുകൂലമാണ്. കേതു 12ലേക്ക് രാശി മാറുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും, നിങ്ങൾക്കുണ്ടായിരുന്ന പേടിയൊക്കെ കുറയും. ആരോഗ്യം നല്ലതാകും. ശത്രുക്കൾ മാറിക്കിട്ടും. എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. അതുപോലെ ജോലിയിലും ബിസിനസ്സിലും നല്ല അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. പിന്നെ 7ലുള്ള ശനി മെയ് 14 മുതൽ 7ലാണ് ശനി. അത് നിങ്ങൾക്ക് പങ്കാളിയായിട്ട് കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിലൊക്കെ കലഹം വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യപരമായിട്ട് നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ ഒരു സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കും. പേര്, പ്രശസ്തി വർദ്ധിക്കും. ബുദ്ധിയും അറിവും ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ ശനിയാഴ്ചകളിലൊക്കെ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നത് കൊണ്ട്, ഓം നമഃശിവായ ദിവസവും ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. തുലാം രാശി ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര ചേരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം കൂടുതൽ ഗുണങ്ങളാണ് കിട്ടുക. അതുപോലെ തന്നെ മേടസൂര്യ സംക്രമം നടക്കുന്നത് നിങ്ങളുടെ രാശിയിൽ തന്നെയാണ്. പിന്നെ മെയ് 14 വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഭാഗ്യവർദ്ധനവും ലാഭവും ഉണ്ടാകും. ഒപ്പം ശനിദോഷം നിങ്ങൾക്ക് ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഈ വിഷുവിന്. പിന്നെ മാനസിക ടെൻഷനൊക്കെ കുറഞ്ഞ് മനസ്സിന് സന്തോഷം വർദ്ധിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. പിന്നെ 5ലുള്ള കേതു നിങ്ങൾക്ക് ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്ക്, കലാരംഗത്തുള്ളവർക്കൊക്കെ നല്ല പേര്, പ്രശസ്തി, അതുപോലെ തന്നെ നല്ല ലാഭം ഉണ്ടാക്കും.
സന്താനങ്ങളെ പറ്റിയൊരു പേടി ചിന്തയൊക്കെ നിലനിൽക്കും. വരുമാനവും ലാഭവും വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാക്കും. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. സാമ്പത്തിക ലാഭം വർദ്ധിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകും. പൂർവിക സ്വത്ത് കയ്യിൽ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഇനി നിങ്ങൾ സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്